അതിന് കമന്റ് വന്നിനി നമ്മളിന്ന് നെയ്ച്ചോറും ബീഫ് കറിയും രാത്രി കാട്ടാമ്പള്ളി ചോറുണ്ടെന്ന് പറഞ്ഞിട്ട് വൈകുന്നേരേ വന്നിരിക്കുന്നതാ. ബീഫും നെയ്ച്ചോറുള്ളതുകൊണ്ട് വീട്ടിലെ ചോറിൽ വെള്ളം ഒഴിച്ചോന്ന് വരെ വിളിച്ചു പറഞ്ഞു. ഞാനൊന്നും പോക്കില്ല, ഇവര് വെറുതെ പറയുന്ന ഓൻ പറയും. അവിടത്തേക്ക് വരുമോ ഇല്ലയോ നമുക്ക് നോക്കാം. വേറെ നാണക്കേടൊന്നും വേണ്ട, ഫുൾ കോൺഫിഡൻസിൽ തിന്നിട്ടേ പോകുന്നു പറയുന്നത്. ഇനിയിപ്പോ എന്തായാലും വേണ്ടില്ല, നോക്കിട്ട് തന്നെ കാര്യം പറഞ്ഞു നമ്മളും അങ്ങോട്ട് പോയി. ഇവിടെ എത്തിയിട്ട് ഫുഡില്ലാന്നാ പറയുന്നത്. വീട്ടിലും ഫുഡില്ല ഇവിടെയും ഫുഡില്ല എന്ന് പറഞ്ഞാലോ അനീഫൊക്കെ പ്രാന്തായി. ഇനിയിപ്പോ ചെമ്പ് പഠിച്ചിട്ടായാലും കുഴപ്പമില്ല, ഫുഡ് കിട്ടണം എന്നുള്ള വാശിപ്പുറത്ത് അനീഫ് അങ്ങോട്ട് ഓടി. അവിടെ എത്തി നോക്കുമ്പോ അവസാനത്തെ തളയും മേശപ്പുറത്തേക്ക് വെക്കുന്നുണ്ട്. അത് നേരിട്ട് കണ്ടതോടെ അനീഫ ഒരു നിമിഷത്തേക്ക് സ്തംഭിതനായി പോയി. പിന്നെ ഇനിയിപ്പോ എന്തുട്ടാ ചെയ്യാന്നുള്ള പരിഭ്രാന്തിയിൽ അനീഫ പിച്ചും പയ്യും പറയാൻ തുടങ്ങി. പിന്നെ മനോവിഷമത്തിലിരിക്കുന്ന അനീഫയെ കടും കൈയൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി ബിരിയാണി വാങ്ങിച്ചേരാന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് ഇർഷാദ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു. പിന്നീട് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് നമ്മളാ കാഴ്ച വന്നത്. നേരത്തെ ഞാൻ പോവാറൊന്നുമില്ല എന്ന് പറഞ്ഞവേ വണ്ടിയും രണ്ടാളെയും കൂട്ടിട്ട് വന്നു. ഞാൻ വേഗം വീട്ടിലെ ചോറിൽ വെള്ളയിക്കല്ല എന്ന് പറയാൻ ചോറ് കൊടുത്ത ടീം ഇത് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും പിള്ളേർക്ക് ഒരു ദിവസം വേറൊരു ചോറ് വാങ്ങി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.